മോഷൻ ഇൻ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. നമ്മൾ തൊട്ടുമുന്നേ പഠിച്ചു, ഒരു ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്നു പഠിച്ചു, 90 ഡിഗ്രിയിൽ മൂവ് ചെയ്യുന്നതും പഠിച്ചു, ഒരു തീറ്റ ആംഗിളിൽ മൂവ് ചെയ്യുന്നതും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ഒരു ചാർജ് പാർട്ടിക്കിൾ എങ്ങനെയാണ് മൂവ് ചെയ്യുക, അതാണ് നമ്മൾ പഠിക്കാൻ പോണത്. വെലോസിറ്റി സെലക്ടർ. ഈ വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത് നമുക്ക് പല എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയുള്ള പാർട്ടിക്കിൾസ് ആവശ്യം വരാം. അപ്പോൾ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഉള്ള ഒരു പാർട്ടിക്കിൾസിനെ സെലക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വെലോസിറ്റി സെലക്ടർ. ആ വെലോസിറ്റി സെലക്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതിന്റെ വർക്കിംഗ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡാണ് ഇവിടെ വരയ്ക്കാൻ പോണത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത് 2 പ്ലേറ്റുകളാണ്. അതിലൊരു പ്ലേറ്റ് പോസിറ്റീവ് പ്ലേറ്റ് ആണ്. ഇപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2 പ്ലേറ്റുകൾ എടുക്കുകയാണ്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഞാൻ എടുക്കുന്നത്. കാരണം 2 പ്ലേറ്റുകൾ ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് പോസിറ്റീവ് ഒരു പ്ലേറ്റ് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യാൻ പോണത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ആണ് E. ഇനി ഇത് ഇവിടെ തന്നെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുകയാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അത്തരത്തിലുള്ള സമയത്ത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുന്നത് ഒരു ക്രോസ് ചിഹ്നം ഇട്ടുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്നാണ് അർത്ഥം. ഇതിൻ്റെ ഡയറക്ഷൻ പേപ്പറിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് എടുക്കാം. അപ്പം നമ്മളോട് ചെയ്യാൻ പോണത് ഒരു ഇലക്ട്രോണിൻ്റെ മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. അതിന് v വെലോസിറ്റിയിൽ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു. അപ്പം നമുക്കറിയാൻ പറ്റും ഇവിടെ ഇലക്ട്രോൺസ് ആയതുകൊണ്ട് ഇത് ഇങ്ങോട്ട് അട്രാക്റ്റഡ് ആവും. ഇതിൻ്റെ പാത്ത് എന്ന് പറയുന്ന ഡീവിയേഷൻ വരും. കാരണം ഇത് പോസിറ്റീവ് പ്ലേറ്റിലേക്ക് അട്രാക്റ്റഡ് ആവും. അപ്പം നേരെ പോകുന്ന ഈ ഇലക്ട്രോണിന്റെ മേലെ ഫോഴ്സ് കൊണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്ന ഫോഴ്സ് കൊണ്ട് ഇതിന്റെ പാത്തിന് വ്യത്യാസം വന്ന് ആ പാത്ത് ഇങ്ങനെ ആവും. അത് മേലത്തേക്കുള്ള പ്ലേറ്റിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് പാത്ത് ഒരു കർവായിട്ട് മേലേക്ക് പോകും. അപ്പോൾ ആ പാത്താണ് ഞാനിപ്പോൾ ഇവിടെ യെല്ലോ കളർ കാണിച്ചിരിക്കുന്നത്. ഇനി ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എന്ന് വിചാരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് മാത്രം ഉള്ളെങ്കിൽ ഇതിന്റെ പാത്ത് എന്ത് പറ്റും? ഇതിന് നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിൽ അത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ആ റൊട്ടേഷൻ കൊണ്ട് എന്ത് പറ്റും? അത് താഴത്തേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ എന്ത് പറ്റും? അത് താഴത്തേക്ക് ഒരു സർക്കുലർ പാത്ത് ഉണ്ടാക്കാം. അപ്പം 2 പാത്ത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. യെല്ലോ കളർ കാണിച്ചിരിക്കുന്ന പാത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്ന പാത്താണ്. ഇവിടെ ബ്ലൂ കളർ കാണിച്ചിരിക്കുന്ന പാത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ പാത്താണ്. അപ്പം 2 രീതിയിൽ മൂവ് ചെയ്യാം. ഇതിൽ ഇലക്ട്രിക് ഫീൽഡ് മാത്രമുള്ളെങ്കിൽ ഇത് മേലേക്ക് കർവായി പോകും. ഇലക്ട്രിക് ഫീൽഡ് മാത്രമുള്ളെങ്കിൽ ഇത് മേലേക്കാണ് മൂവ് ചെയ്യുക. മാഗ്നറ്റിക് ഫീൽഡ് മാത്രമുള്ളെങ്കിൽ ഇതിന്റെ പാത്ത് താഴത്തേക്ക് ആയിരിക്കും. അങ്ങനെ നമുക്ക് 2 ഫോഴ്സുകൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. എൻ്റെ ആദ്യത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F=QE. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് Q എന്ന് പറഞ്ഞ ചാർജ് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിന്റെ ചാർജാണ്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് ഇലക്ട്രോൺ ആണ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. അത് മനസ്സിലാക്കാനുള്ള സൗകര്യത്തിലാണ് കാണിച്ചിരിക്കുന്നത്. കാരണം ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് പ്ലേറ്റിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി എടുത്തു. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഇവിടെ Q ചാർജ് എടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ Q എന്ന് പറയുന്ന ചാർജാണ് നമ്മൾ ഡെറിവേഷൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ Q എടുത്തത്. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇലക്ട്രോൺ എടുത്തു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്താണ്? Q ചാർജാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ചാർജ് Q ചാർജ് മൂവ് ചെയ്താൽ ഓട്ടോമാറ്റിക് എന്ത് പറ്റും? മേലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് QE ആണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സ്, അതായത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാക്കുന്നത് Q×V×B ആണെന്ന് നമുക്കറിയാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് കിട്ടും QVB sin θ എന്ന് കിട്ടും. ഇവിടെ 90 ഡിഗ്രിയിലാണ് ഈ മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റി വെക്ടറും നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് sin 90 എക്സ്പാൻഡ് ചെയ്താൽ sin θയുടെ വാല്യൂ 90 ആണ്. അതിന്റെ കാരണം എന്താണ്? വിയും ബിയും ഇടയിലുള്ള ആംഗിള് നമുക്ക് എത്ര കിട്ടി? θ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് കിട്ടിയത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? QB sin 90 എന്ന് കിട്ടി. sin 90യുടെ വാല്യൂ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? QVB എന്ന് എഴുതാം. അപ്പോൾ 2 ഫോഴ്സ് ഇവിടെ വന്നു.
ഒന്ന് ഇലക്ട്രിക് ഫോഴ്സാണ് വന്നത്, മറ്റൊന്ന് മാഗ്നറ്റിക് ഫോഴ്സാണ് വന്നത്. എപ്പോഴെങ്കിലും ഈ രണ്ട് ഫോഴ്സുകൾ തുല്യമായി എന്ന് വിചാരിക്കുക. അതിൽ ഇലക്ട്രിക് ഫോഴ്സ് കൊണ്ട് മേലേക്ക് മൂവ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫോഴ്സ് കൊണ്ട് താഴത്തേക്ക് മൂവ് ചെയ്യുന്നു. ഈ രണ്ട് ഫോഴ്സുകളും തുല്യമായാൽ നമുക്ക് എന്ത് കിട്ടും? അതായത് ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നതും മാഗ്നറ്റിക് ഫോഴ്സും തുല്യമാവുകയാണെങ്കിൽ അത് സ്ട്രൈറ്റ് ലൈൻ പാത്തിൽ മൂവ് ചെയ്യും. സ്ട്രൈറ്റ് ലൈൻ എന്ന് വെച്ചാൽ ഒന്ന് മേലേക്ക് കൊണ്ടുപോകാനുള്ള ഇഫക്റ്റ് ഉണ്ടാക്കുന്ന ഫോഴ്സാണ്, ഫീൽഡാണ്, മറ്റൊന്ന് താഴത്തേക്ക് കൊണ്ടുപോകുന്ന ഫീൽഡാണ്. ഈ രണ്ട് ഫീൽഡിൽ ഉണ്ടാകുന്ന ഫോഴ്സുകൾ തുല്യമാകുമ്പോൾ എന്ത് പറ്റും? പാർട്ടിക്കിൾസ് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് പോകും. അപ്പോൾ ആ പാത്താണ് ഞാൻ വരയ്ക്കാൻ പോണത്. ഈ ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ സ്ട്രൈറ്റ് ലൈൻ ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഈ രണ്ട് ഫോഴ്സുകൾ തുല്യമാണ്. അപ്പോൾ രണ്ട് ഫോഴ്സുകൾ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? QVB, ഇലക്ട്രിക് ഫോഴ്സ് QE ആണ്. അപ്പോൾ QE ഇവിടെ നമുക്ക് എന്ത് കിട്ടും? QVB എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് Q ക്യാൻസൽ ചെയ്യാം. ഇതും ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? V = E/B എന്ന് എഴുതാം. ഇത് നമുക്ക് ബൈ ഹാർട്ട് പഠിക്കേണ്ട ഒരു ഫോർമുലയാണ്. ഈ വെലോസിറ്റി, അതായത് ഈ സ്ട്രൈറ്റ് ലൈറ്റ് പോകുന്ന പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയാണ് നമുക്കിവിടെ കിട്ടിയ E/B എന്ന് കിട്ടി. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് വേവ്സ് പാർട്ടിക്കിൾസ് വരുന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾസിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള പാർട്ടിക്കിൾസിനെ സ്ട്രൈറ്റ് ലൈൻ ആക്കി എടുക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഒരു മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമുള്ള എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഞാൻ 1 യൂണിറ്റ് എടുത്തു, മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ 1 എടുത്തു, 1 യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്ത് കിട്ടും? അവിടുത്തെ വെലോസിറ്റിയുടെ വാല്യൂ എത്ര കിട്ടും? 1/1 എന്ന് കിട്ടി. അതായത് 1 യൂണിറ്റ് ഉള്ള പാർട്ടിക്കിൾസ് സ്ട്രൈറ്റ് ലൈൻ ആവും. ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ 2 ആണെന്ന് വിചാരിക്കുക. ഇയുടെ വാല്യൂ 2 ആണ്, ബിയുടെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കുക, 1 യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് കിട്ടും? വെലോസിറ്റി എന്ന് പറയുന്നത് 2 മീറ്റർ/s 2 കിട്ടും. അപ്പോൾ 2 ഉള്ള ആളുകൾ സ്ട്രൈറ്റ് ലൈനായിട്ട് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നതിൽ പല യൂണിറ്റുള്ള പല വെലോസിറ്റിയിലുള്ള പാർട്ടിക്കിൾസ് വരുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് 1 വെലോസിറ്റി ഉള്ളത്, 2 ഉള്ളത്, 3 ഉള്ളത് വരുന്നു. അപ്പോൾ നമുക്കിവിടെ വിയുടെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാർട്ടിക്കിൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രൈറ്റ് ലൈൻ ആക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ഈ 2നെ നമുക്ക് നേരെ കൊണ്ടുവരണം. എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 2 എടുക്കുക, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 1 എടുക്കുക. അപ്പോൾ എന്ത് പറ്റും? 2 ഉള്ള പാർട്ടിക്കിൾസ് സ്ട്രൈറ്റ് ലൈനായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പാർട്ടിക്കിൾസ് നമുക്ക് ആവശ്യമുള്ള ഒരു എക്സ്പെരിമെൻറ്റിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഉറപ്പുവരുത്താൻ പറ്റും അതിൻ്റെ വെലോസിറ്റി 2 ആണെന്ന് ഉറപ്പുവരുത്താൻ പറ്റും. അപ്പോൾ ഔട്ട് ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസിൽ നിന്നും ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഉള്ള ഒരു പാർട്ടിക്കിൾസിനെ സെലക്ട് ചെയ്യുന്ന ഒരു ഉപകരണത്തിന്റെ വർക്കിംഗ് ആണ് ഇവിടെ പറഞ്ഞത്. ഈ ഉപകരണത്തിന്റെ പേരാണ് വെലോസിറ്റി സെലക്ടർ. കാരണം എന്താണ്? ഇവിടെ പർട്ടിക്കുലർ വെലോസിറ്റി ആണ് ഉള്ള പാർട്ടിക്കിൾസിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നു. ഇതിന്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾ 2 ഫീൽഡുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഇലക്ട്രിക് ഫീൽഡും മറ്റൊന്ന് മാഗ്നറ്റിക് ഫീൽഡും. അതുകൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞത് കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 2 ഫീൽഡുകൾ കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഉള്ള പാർട്ടിക്കിൾസിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് വെലോസിറ്റി സെലക്ടറിൽ ചെയ്യുന്നത്. V = E/B എന്ന് പറയുന്ന കണ്ടീഷനിലാണ്, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പാർട്ടിക്കിളാണ് നമുക്ക് സ്ട്രൈറ്റ് ലൈനായിട്ട് കിട്ടുന്നത്.